ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു മന്തി റെസിപ്പി നോക്കിയാലോ. പെട്ടെന്നുണ്ടായ തീരുമാനമായിട്ട് മന്തി വെക്കാമെന്നുള്ള. അപ്പം വിചാരിച്ചു ഒന്ന് നിങ്ങൾക്ക് കൂടി ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കാണിക്കാമെന്ന്. അത് നന്നായി നമുക്ക് അരി കഴുകി ഒരു മണിക്കൂറോളം മിനിമം കുതിർത്ത് വെക്കാം. എത്ര നേരം നമ്മൾ വെള്ളത്തിൽ വെക്കുന്നോ അത്രയും ഈ അരിയുടെ നീളം ഒന്ന് കൂടി കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ചിക്കന് നന്നായിട്ട് കഴുകി ക്ലീനാക്കി. ഞാൻ പിന്നെ പീസ് ചെറുതാക്കാൻ നിന്നില്ല, അത് ഒരു മീഡിയം വലുപ്പത്തിലായിരുന്നു. പിന്നെ ചെറിയ ജീരകവും കുരുമുളകും ചൂടാക്കി അതൊന്ന് പൊടിച്ചെടുത്തു. പിന്നെ ഇത് കുറച്ച് ഞാൻ സവാള ചേർക്കാറുണ്ട്. ഒരു സവാള പൊടിയായി അരിഞ്ഞത്, അതുപോലെ തന്നെ പിന്നെ ക്യാപ്സിക്കം നന്നായി ചെറുതാക്കി അരിയണം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്കധികം ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതാക്കിയിട്ടില്ല വല്ലാതെ. പിന്നെ അതുപോലെ ഒരു പിടി മല്ലിച്ചപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് എന്താ പറയുക കുരുമുളക്, ജീരകമൊക്കെ വെറുതെ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. പിന്നെ മാഗി ക്യൂബ്, പിന്നെ ഈ ഇടുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ ജീരകവും കുരുമുളക് പൊടിയും കൂടി, അത് മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മന്തി മസാല ആവശ്യത്തിന്, അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഞാൻ മന്തി മസാല എടുത്തിട്ടുണ്ടാവും. കാരണം പിന്നെ നമ്മൾ എക്സ്ട്രാ ഗരം മസാല അങ്ങനെ ആഡ് ചെയ്യില്ല കേട്ടോ. ഞാൻ ഗരം മസാല യൂസ് ചെയ്യാറില്ല മന്തി വെക്കുമ്പോൾ, അതിൻ്റെ ആവശ്യമില്ല. വെറുതെ നമ്മൾ ഫുഡ് ശരിക്കും അങ്ങനെ ഓവറായിട്ട് നമ്മൾ ടേസ്റ്റിന് ഓരോ സംഭവം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവുകയാണ് ചെയ്യുക. പിന്നെ ഉപ്പും പിന്നെ വിനാഗിരി, സുർക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് എടുത്തിട്ടില്ല. സുർക്ക ഉണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ സുർക്ക ഒഴിക്കും. അതേപോലെ സൺഫ്ലവർ ഓയിൽ കേട്ടോ, കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. സുർക്ക ഉണ്ടെങ്കിൽ നന്നായിട്ട് ഒഴിക്കണം കേട്ടോ. പിന്നെ അതേപോലെ ഉണ്ടമുളക് ഉണ്ടല്ലോ, പച്ചമുളക്, അത് നമ്മൾ കീറിയിട്ട് ഇതിലിടണം. ഞാൻ കളർ ആഡ് ചെയ്യാറില്ല കേട്ടോ ഫുഡിൽ. അതായത് ഞാൻ മേലെ ഫൈനൽ നമ്മൾ ഭംഗിക്ക് വേണ്ടി റൈസിൽ ആഡ് ചെയ്യില്ല, അങ്ങനെ ആഡ് ചെയ്യുന്നല്ലാതെ ചിക്കനിൽ ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറില്ല. ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല. പിന്നെ എനിക്കും തോന്നും ഇതിലും കളർ ആഡ് ചെയ്യുക, അവിടെയും ചെയ്യുമ്പോൾ അതൊരു ബോറാവുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ചിക്കനിൽ. പിന്നെ ഇതാ ഇവിടെ അരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ളതും, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ, ഡ്രൈ ലെമൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ അരി അതിലിട്ടിട്ട് നന്നായിട്ട് തിളക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. വെള്ളം നന്നായി തിളച്ചിട്ട് അരി ഇടുക. പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും പറയില്ലേ, ചോറ് ഞാൻ സെറ്റ് ചെയ്യൽ ആദ്യം കുറച്ച് ചിക്കൻ്റെ മസാല ഇടും. ചിക്കൻ വേവിച്ച് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ചിക്കൻ ഇടും, പിന്നെ റൈസ് ഇടും, പിന്നെ കുറച്ച് കളർ ഒഴിച്ചു, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, വീണ്ടും കുറച്ച് മഞ്ഞ കളർ, അത് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിലായാലും മതി കേട്ടോ ഒഴിക്കുക. പിന്നെ ആ ചിക്കൻ വീണ്ടും ഇടുന്നു. ഇതേ പ്രോസസ്സ് വീണ്ടും ചിക്കൻ ഇടുന്നു, റൈസ് ഇടുന്നു, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു, കളർ ഒഴിക്കുന്നു, മഞ്ഞൾപ്പൊടി ഒഴിക്കുന്നു, റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ നടുവിലായിട്ട് നമ്മളൊരു പാത്രം വെക്കുക. നിങ്ങളൊക്കെ ചെയ്യണതാണ്, ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടും ഉണ്ടാവും, എന്നാലും ഞാൻ പറയാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കനലിട്ടിട്ട് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുക. അടച്ചൊരു 1/2-3/4 മണിക്കൂർ, പകുതി വേവിലായിട്ട് ഞാൻ അരി ഊറ്റിയിട്ടുള്ളത്. ബാക്കി അത്രയും നമ്മൾ നല്ല വെള്ളം വാർത്ത് വെക്കണ്ട, അപ്പോൾ പിന്നെ ഈ ദമ്മിൽ കിടക്കുമ്പോൾ വേവില്ല കേട്ടോ. പിന്നെ ചിക്കനിൽ ഇറങ്ങി വന്ന നമ്മൾ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് പാർന്നിട്ടുണ്ട്. പിന്നെ ഒരു 1/2-3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ദമ്മ് കൂട്ടിയതാണ്. എന്താ പറയുക, കണ്ടോ പാകത്തിനുള്ള കളറാണ്. നമ്മൾ കൂടുതൽ കളർ ആഡ് ചെയ്യുമ്പോൾ ചോറിൻ്റെ ഭംഗിയും പോവും, ടേസ്റ്റും പോവും. ഈ കളർ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ ആ ചോറിനുണ്ടാകുന്ന ടേസ്റ്റ് പോവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മന്തി റെസിപ്പി. സിമ്പിളാണ്, ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാണുമ്പോൾ വലിയ കളറൊന്നും ഇല്ലെങ്കിലും ഫ്ലേവർ നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.